എല്ലാ സിനിമകളിലും ഒരാളുണ്ടാവുമല്ലോ. നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. ഹീറോ ആണോ? അല്ല, വില്ലൻ. കൊച്ചുപ്രായത്തില് ഞാൻ മോഷ്ടിച്ച അമ്മായിയുടെ മുക്കാത്തവന്റെ താലിമാല അവന്റെ തല കെട്ടിവെച്ച എന്റെ തുടക്കം. പ്രോത്സാഹനാണ് എനിക്ക് വേണ്ടത്. ഇപ്പം സാർ എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ച് റൂമ് തന്നേനെ. അയ്യോ അഗസ്റ്റിൻ. രാത്രി വിളിച്ചു. ടിക്കറ്റ്സ് ഒക്കെയാണ്. രാവിലെ ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നാ പറഞ്ഞു. ഇങ്ങോട്ട് വൈകിട്ട് എത്തൂ. എനിക്കിന്ന് സാറിനെ കാണണം. ഒരു ദിവസം ലീവ് എടുക്ക സാർ. 11:30 വരുമെന്ന് പറഞ്ഞ അങ്ങോട്ട് വിളിച്ചു നോക്കാം. ഹലോ ഹലോ ഹലോ. എന്തായി? കുഴപ്പമായിടാ, മൊത്തത്തിൽ കുഴപ്പമായി. അവളുടെ ഭർത്താവ് ഫോൺ എടുത്തു. വില്ലൻ. എന്നിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു. അയാളെ ചേട്ടനെ കാണാൻ ഹോസ്പിറ്റലിൽ പോണെന്ന് പറഞ്ഞിട്ട് പോയില്ലെന്ന് തോന്നുന്നു. ഞാൻ മോഷ്ടിച്ച അമ്മായിയുടെ മുക്കാത്തവന്റെ താലിമാല അവന്റെ തല കെട്ടിവെച്ച എന്റെ തുടക്കം. ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുക. എന്താ ചെയ്യണ്ടേ? എടുക്കണ്ട. അല്ലെങ്കിലും ഈ ഭർത്താക്കന്മാര് തെണ്ടികള് ഭയങ്കര ശല്യം. പിന്നെ സാറിന് അന്വേഷിച്ച ഒരാളൊന്നും. ആരാ? പേര് അഗസ്റ്റിൻ. എന്നിട്ട് ആരെന്ന് പറഞ്ഞു? സാറിന് അത്യാവശ്യമായിട്ട് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഓ, അതിനുശേഷം എന്ത് പറഞ്ഞു? അതിനുശേഷം ഒന്നും പറഞ്ഞില്ല. അല്ല, അയാളെ രൂപം എങ്ങനെ? ഒരു 6 അടി പൊക്കം. ഭാവം ഭാവം ഭാവം. കട്ടി മീശ കാരണം ഭാവം പിടിയിട്ടില്ല. ആരോ കാണാൻ വന്നിരിക്കുന്നു. അഗസ്റ്റിൻ എന്നാ പറഞ്ഞേ. എന്റെ മാതാവേ, ആനിയം അറിയാതെ നിന്ന് ഡീൽ ചെയ്താലേ ഞാൻ നാളെ 10 പാക്കറ്റ് മെഴുകുതിരി വാച്ച് കത്തിച്ചോളാം. പ്ലീസ് പ്ലീസ് ഹെൽപ് മീ പ്ലീസ്. ഐ എം അഗസ്റ്റിൻ. ഉലഹന്നാൻ. അറിയാം. കുടിക്കാൻ? നോ താങ്ക്സ്. എനിക്കൊരു സ്ട്രോങ് ടീ. നീ പതുക്കെ എടുത്താ മതി. ഞാൻ വന്ന കാര്യം ഇവിടെ നിന്ന് പറഞ്ഞാൽ സാറിന്റെ വൈഫ് കേട്ടാൽ മോശം. നമുക്ക് പുറത്തുപോയി സംസാരിക്കാം. ഗുഡ്. സോറി സർ, സോറി. സാറ് വിളിച്ചപ്പോ ഞാൻ ഹൂ ആർ യു എന്ന് ചോദിച്ചത് ഫീൽ ചെയ്ത് കാണുന്നു ജൂലി പറഞ്ഞായിരുന്നു. തിരിച്ചു വിളിച്ചപ്പോ ഫോൺ എടുക്കാത്തത് അതുകൊണ്ടാണെന്നും എനിക്ക് മനസ്സിലായി. ഞാൻ ചെയ്തത് തെറ്റാണ് സർ. കാശ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സർ. കാശ് സർ പ്ലീസ് വാങ്ങണം സർ. എന്നോട് അവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിച്ചു തരാം സാർ. എന്നാ അവളോട് സംസാരിക്കണം പ്ലീസ്. ബെല്ലടിക്കട്ടെ സർ. ഹലോ, ഉലഹന്നാനാണ്. സോറി സർ, അങ്ങേര് ചേട്ടന്റെ വീട്ടിൽ പോകാതെ എന്നെ പരീക്ഷിക്കാൻ ഇങ്ങോട്ട് വന്നു. സാറിന്റെ കോള് വന്നപ്പോ ഇതാരാടിയെന്നും ചോദിച്ച് ചീറി പാഞ്ഞൊരു വരവ്. അപ്പോ പിടിച്ചു വെക്കാൻ വേണ്ടി ഞാനൊരു നോണ് പറഞ്ഞു. എന്ത്? ബ്യൂട്ടി പാർലറിന്റെ കടമുറിക്ക് അഡ്വാൻസ് 10,000 റുപ്പീസ് സാറിനോട് കടം വാങ്ങിയെന്ന്. ദയവ് ചെയ്ത് സാർ ആ കാശ് വാങ്ങിച്ചു വെക്കണം, അല്ലെങ്കിൽ എന്റെ കുടുംബം തകർന്നു പോകും. പ്ലീസ് സർ, പ്ലീസ്. പൈസ 15,000 ഉണ്ട് സർ. ഉണ്ട്, മുഴുവനായിട്ടുണ്ട് സർ. താങ്ക് യു സർ. എന്നാ പിന്നെ ഞാൻ പോട്ടെ സർ. ഒരു 3-4 പേർ കൂടെ കാശ് കൊടുക്കാനുണ്ട്. ഒരു 3-4 പേർ കൂടെ കൊടുക്കാനുണ്ട്. എന്ത് നല്ല മനുഷ്യൻ. 3-4 പേർക്കാ? വിശ്വാസത്തിനൊരു രൂപമുണ്ടെങ്കിൽ അത് നീയാണ് കട്ടപ്പ. സർക്കസം.